OP-യിൽ വന്നിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ ഒരു പേഷ്യൻ്റ് ഒരു കാർപ്പൻ്റർ ആയിരുന്നു. നമ്മുടെ നാട്ടിൽ കാർപ്പൻറ്റേഴ്സും ഇലക്ട്രീഷ്യൻസും ഒക്കെ അവരുടെ ജോലി എളുപ്പമാവാൻ വേണ്ടിയിട്ട് വായിൽ സ്ക്രൂ വെച്ച് ജോലി ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പേഷ്യൻ്റ് സ്ഥിരമായിട്ട് അങ്ങനെയായിരുന്നു ചെയ്യാറുള്ളത്. ഒരു ദിവസം ജോലിക്കിടയിൽ ഈ പേഷ്യൻ്റ് ചുമച്ചപ്പോൾ ഈ ഒരു സ്ക്രൂ ഒന്ന് വിഴുങ്ങിപ്പോയി. ദൗർഭാഗ്യവശാൽ ആ പേഷ്യൻ്റ് അത് കാര്യമായിട്ട് എടുത്തില്ല. പിന്നീട് പനിയും സ്ഥിരമായിട്ട് ചുമയും വന്നപ്പോഴാണ് ഈ പേഷ്യൻ്റ് OP-യിലേക്ക് വരുന്നത്. ഞങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധനയിൽ ആ സ്ക്രൂ ശ്വാസകോശത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് മനസ്സിലായി. ഭാഗ്യവശാൽ അത് ബ്രോങ്കോസ്കോപ്പി എന്ന പ്രൊസീജിയറിലൂടെ ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ആ കാർപ്പൻ്ററിന്റെ മാത്രം കഥയല്ല. ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇതുപോലുള്ള കോംപ്ലിക്കേഷനിലേക്ക് നയിക്കാം. ഫോർ എക്സാമ്പിൾ, തയ്യൽ ജോലി ചെയ്യുന്നവർ സൂചിയോ പിന്നോ വായിൽ കടിച്ചു പിടിക്കുന്നത്, മഫ്ത പിൻ ചെയ്യുമ്പോൾ പിന്ന് ചുണ്ടിൽ വെക്കുന്നത്, മൂക്കുത്തി പോലുള്ള ചെറിയ ആഭരണങ്ങൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത്, എന്തിന് അശ്രദ്ധമായി ഭക്ഷണം കഴിക്കുമ്പോൾ പോലും അത് ശ്വാസകോശത്തിലേക്ക് പോകാനും അതുവഴി ഈ കോംപ്ലിക്കേഷൻ വരാനുമുള്ള സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ, ഇത്തരത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ശ്വാസതടസ്സത്തിനോ കഠിനമായ ചുമയ്ക്കോ അതും അല്ലെങ്കിൽ ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനോ കാരണമാകും. ഒരിക്കലും ഈ ഒരു പേഷ്യന്റിനെ പോലെ നിസ്സാരമായി കാണരുത്. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ലെങ്കിൽ ഇത് ജീവന് തന്നെ ഭീഷണിയായേക്കാം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുകയും ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നിയാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടുക.